പേജിന്റെ നടുക്കോട്ട് എഴുതുക. എത്രാമത്തെ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടോ ഓൾറെഡി? എത്ര ചാപ്റ്റർ? രണ്ടാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ന്യൂ നമ്പേഴ്സ്. എന്താണ്? ന്യൂ നമ്പേഴ്സ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? മലയാളത്തിൽ പുതിയ സംഖ്യകൾ എന്ന് പറയും. എന്താ പറയും? ഓക്കെ. അപ്പൊ പുതിയൊരു പേജ് എടുത്തിട്ട് നോട്ട്ബുക്കിലോട്ട് ഇതങ്ങോട്ട് എഴുതണം. എഴുതണ്ട, വീട്ടിൽ പോയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. സിലബസ് ഒന്ന് വായിച്ചായി. ശരി. ലെങ്ത്സ് ആൻഡ് നമ്പേഴ്സ്. ഈ പാഠത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള സെക്ഷന്റെ പേരെന്താണ്? ലെങ്ത്സ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ. അടുത്തത് സെക്ഷൻ 2. മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ. സെക്ഷൻ 3 അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് മറ്റൊരു ചാപ്റ്റർ വേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലായാലേ നമുക്ക് ആ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓൾ സ്റ്റാൻഡേർഡ് സിലബസ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഇതേക്ക് സിലബസ് മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ അതിന്റെ ബേസിക്കിലേക്ക് വരികയാണ്. അങ്ങോട്ട് വരികയാണ്. ബേസിക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ. ശരി. ഇനി ഞാൻ പറയുമ്പോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഫോട്ടോ കോപ്പി പുസ്തകത്തിലോട്ട് വെച്ച് പുസ്തകം അടച്ചു വെച്ച് എല്ലാവരും കൂടെ നോക്കിയിരിക്കും. നമ്മുടെ പാഠത്തിന്റെ പേര് എഴുതി കൊടുത്തേക്കുന്നത് ന്യൂ നമ്പേഴ്സ് അല്ലേ? പുതിയ നമ്പറുകളെ കുറിച്ച്. അപ്പൊ പുതിയ നമ്പറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കണം ആദ്യം? ന്യൂ നമ്പറിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓൾഡ് നമ്പർ. ഇതിൽ കുറെ പഴയ നമ്പറുകൾ നമുക്കറിയാം. അവരെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വരാം? ന്യൂ നമ്പറിലേക്ക് വരാം. ഇതൊരു ഏകപക്ഷീയമായ ക്ലാസ് അല്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ ഓൾറെഡി 8 ഒക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് ഓർഡറിലാക്കി പറയുന്നുള്ളൂ. ചോദിക്കുന്നതിന്റെ ഉത്തരം ശരിയോ തെറ്റോ ആയിക്കോട്ടെ പറയണം. ഓക്കെ. മനുഷ്യനുണ്ടായ കാലം മുതലേ നമ്പറുകൾ ഉണ്ടോ? ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ നമ്പറുകൾ ഉണ്ടോ? ഇല്ല. പിന്നീട് അവൻ എപ്പോഴോ നമ്പറിന്റെ ആവശ്യമുണ്ടായപ്പോഴാണ് അവൻ എന്ത് കണ്ടുപിടിച്ചത്? നമ്പർ കണ്ടുപിടിച്ചു. അതിന്റെ ആവശ്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യൻ ആദ്യകാലത്ത് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. എന്തോ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് വെച്ചാൽ വേട്ടയാടുക, ഭക്ഷണം കഴിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ അവര് പനിയനർകാവ് എന്ന് പറയുന്ന പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് കാട് പിടിച്ചു വന്നൊരു സ്ഥലമാണെന്ന് വിചാരിക്കാം. കുറച്ച് ആളുകൾ വേട്ടയാടി ഇവിടെ വരുന്നു. ഇവിടെയുള്ള തിന്നാനുള്ള സാധനങ്ങൾ തീർന്നു കഴിയുമ്പോൾ അവർ അടുത്തൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഇതാണ് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പോയി അവൻ എപ്പോഴോ കൃഷിയെക്കുറിച്ച് ബോധമുണ്ടായി. അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എവിടെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി? നദിയുടെ തീരങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൾച്ചർ ഉണ്ടായത്. കണ്ടിട്ടില്ലേ? അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്. അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ പഠിച്ചിട്ടില്ലേ? 8ലും 9ലും ഒക്കെ പഠിച്ചിട്ടില്ലേ? സംസ്കാരവും നാഗരികതയും എന്ന് പറഞ്ഞ് സോഷ്യൽ സ്റ്റഡീസ് നടത്തി വിശദമായി പഠിക്കാനുണ്ട്. നമ്മളുടെ ഇന്ത്യക്കാരുടെ സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അതിന് പറഞ്ഞ പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെ തീരത്താണ് നമ്മളുടെ പൂർവികർ എന്ത് തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഇവർ ഈ നദിയുടെ തീരത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത്? കൃഷി ചെയ്യുമ്പോഴുള്ള വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക്. നമ്മൾ അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളം എന്തിനു ഉപയോഗിക്കാം? കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെ കൃഷി ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ പല മൃഗങ്ങളെയും ഇണക്കി വളർത്താൻ തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? ഇണക്കി വളർത്താൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം ഏതാ? ഇപ്പോഴും മനുഷ്യന്റെ കൂടെ ഉണ്ട്. ആനയോ? പട്ടി. ഏതാണ്? മനുഷ്യൻ അന്ന് ഇണക്കി വളർത്തിയ ജീവിയാണ് പട്ടി. ഇപ്പോഴും മനുഷ്യനോടൊപ്പം എന്ത് ചെയ്യുന്നു? ഇണങ്ങി ജീവിക്കും. അന്ന് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പട്ടി ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ഉടമസ്ഥന്റെ കൃഷിസ്ഥലത്തേക്ക് ഏതെങ്കിലും ജീവികളോ മറ്റു വ്യക്തികളോ ഒക്കെ അതിക്രമിച്ച് കയറിയാൽ അതിനെക്കുറിച്ച് ഉടമസ്ഥന് മുന്നറിയിപ്പ് കൊടുക്കാം. രണ്ടാമത്തേത്, മനുഷ്യൻ വേട്ടയാടാൻ പോകുമ്പോ ഈ ഇര ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതെന്ത് ചെയ്യുക? മണത്ത് കണ്ടുപിടിച്ചു കൊണ്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടി മനുഷ്യൻ ആരെ ഇണക്കി വളർത്തിയിരുന്നു?
ഇനി മറ്റു ചില മൃഗങ്ങളെ അവൻ കൂട്ടമായിട്ട് ഇണക്കി വളർത്തി. ഫോർ എക്സാമ്പിൾ പശു. നിങ്ങൾ പശുവിന്റെ ഫാം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പശുവിനെയാണ് വളർത്തുന്നത്, അല്ല, കുറെ എണ്ണത്തിന് ഒരുമിച്ച് വളർത്തും. ആട്, എന്താണ് ആട്. അപ്പൊ ഇവൻ ഇങ്ങനെ ചില കുറെ എണ്ണത്തിനെ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വളർത്തുന്നു. കുറെ എണ്ണത്തിനെ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് വളർത്തുന്നു. അങ്ങനെ ഒരുമിച്ച് വളർത്തുമ്പോൾ അന്നത്തെ കാലത്ത് ഇവർ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇതിനെ ഒന്നും എണ്ണാൻ അറിയത്തില്ല. എന്ത് ചെയ്യാൻ അറിയത്തില്ല? എണ്ണാൻ അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ബി എസ് സിത്താര അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കർഷക സ്ത്രീയാണെന്ന് വിചാരിക്കാം. ബി എസ് സിത്താരയ്ക്ക് കുറെ ആടുണ്ട്. ആ വാക്കിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. കുറെ ആടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല, കുറെ എണ്ണം എന്നേ പുള്ളിക്കാരിക്ക് അറിയത്തുള്ളൂ. അപ്പൊ രാവിലെ ഇതിനെ എല്ലാം കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പറഞ്ഞു വിടണം. ആണോ സയാൻ മന്തിയിലേക്ക്? അല്ല, പിന്നെ ഏതെങ്കിലും പുല്ലുള്ള സ്ഥലത്തോട്ട് വിടണം. അപ്പൊ രാവിലെ ഇതെല്ലാം കൂടെ കൂട്ടിന്ന് ഇറങ്ങി പോകുമ്പോ സിത്താരയ്ക്ക് ഒരു കണക്ക് വേണ്ടേ? ഇത്ര എണ്ണം ഇറങ്ങി പോയെന്നൊരു കണക്ക് വേണ്ടേ? പക്ഷെ സിത്താരയ്ക്ക് എന്ത് ചെയ്യാൻ അറിയത്തില്ല, എണ്ണാൻ അറിയത്തില്ല. അപ്പൊ സിത്താര ചെയ്ത പരിപാടി, ഒന്നുകിൽ ചെറിയ കല്ലെടുക്കും, എന്തെടുക്കും, അല്ലെങ്കിൽ ചെറിയ കമ്പെടുക്കും, ചെറിയ കമ്പ്. എന്നിട്ട് ഒരാട് കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കും. രണ്ടാമത്തെ ആട് ഇറങ്ങി പോകുമ്പോൾ രണ്ടാമത്തെ കല്ലെടുത്ത് വെക്കും. മൂന്നാമത്തെ ആട് ഇറങ്ങി പോകുമ്പോൾ മൂന്നാമത്തെ കല്ലെന്ത് ചെയ്യും, എടുത്തു വെക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായി തോന്നുമെങ്കിലും ഇത് അത്ര എളുപ്പമുള്ള പരിപാടി ഉണ്ടെന്നില്ല. അത്ര എളുപ്പമുള്ള പരിപാടി അല്ല. എന്താ കാര്യം? കൂട് തുറന്നിട്ട് ആടിറങ്ങി പോകുന്നത് അസംബ്ലിക്ക് പിള്ളേർ ഇറങ്ങി വരുന്ന പോലെ അല്ല പോകുന്നത്, പിന്നെ ഇടിച്ചു പറിച്ചാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഇനി ഇതേ പ്രശ്നം സിത്താരയ്ക്ക് വൈകുന്നേരത്തും ഉണ്ടാകും. എപ്പോഴ്? ഇതെല്ലാം കൂടെ വൈകിട്ട് തിരിച്ചു വന്ന് കൂട്ടിൽ കയറുമ്പോ ഈ വെച്ച കല്ലെടുത്ത് മാറ്റി വെച്ചാലല്ലേ പോയിന് തിരിച്ചു വന്നത് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ എന്താ പ്രശ്നം? എണ്ണം തെറ്റുന്നു. എന്ത് ചെയ്യുന്നു? അപ്പൊ അവർക്ക് മനസ്സിലായി, കല്ലും കട്ടയും കമ്പും ഒക്കെ വെച്ച് ഉള്ള എണ്ണല് പരിപാടി എപ്പോഴും എന്ത് ചെയ്യത്തില്ല, വിജയിക്കത്തില്ല. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കും. അങ്ങനെ മനുഷ്യൻ കുത്തിയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച കണക്കിലെ ആദ്യത്തെ നമ്പറുകളാണ് കൗണ്ടിങ് നമ്പേഴ്സ്. എന്താ പറയുന്നു? മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. എന്താ പറയുന്നു? ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദ നമ്പേഴ്സ്. നോക്കിക്കോളൂ. വിച്ച് ആർ യൂസ്ഡ് ഫോർ കൗണ്ടിങ് ഈസ് കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ്. മലയാളത്തിൽ എണ്ണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. അപ്പൂനും ദേയ്ക്ക് മനസ്സിലായോ? ഓക്കെ. നമ്മൾ എത്ര മുതലാണ് എണ്ണി തുടങ്ങുന്നത്? 1 2 3 എക്സെട്ര എന്നാണ് എണ്ണി തുടങ്ങുന്നത്, ആണല്ലോ. ഈ കൗണ്ടിങ് നമ്പറിനെ തന്നെ മറ്റൊരു പേരും കൂടെ വിളിക്കാറുണ്ട്. എന്താ വിളിക്കും? നാച്ചുറൽ നമ്പേഴ്സ്. എന്താ വിളിക്കുന്നു? നാച്ചുറൽ നമ്പേഴ്സ്. ഈ എണ്ണൽ സംഖ്യകളെ മലയാളത്തിൽ 2 പേരുകൾ വിളിക്കും. അതിലെ ഒരെണ്ണം പ്രാകൃതിക സംഖ്യ. നാച്ചുറൽ എന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്രാകൃതിക സംഖ്യ. മറ്റൊരു വാക്കും കൂടെ ചില പുസ്തകങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പേരാണ് നിസർഗ സംഖ്യ. എന്താണ്? ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒരു വാക്കൂടെ പഠിച്ചാൽ മതി. എന്തോ ഇതിന്റെ പേര്? നാച്ചുറൽ നമ്പേഴ്സ്. എന്ത് പറയുന്നു? മലയാളം മീഡിയക്കാർക്ക് 2 വാക്കുണ്ട്. എന്തൊക്കെയാണ് അപ്പോ 2 വാക്കുകൾ? പ്രാകൃതിക സംഖ്യ, നിസർഗ സംഖ്യ. അപ്പോ എന്തുകൊണ്ടാണ് ഈ എണ്ണൽ സംഖ്യയെ, കൗണ്ടിങ് നമ്പറിനെ പ്രാകൃതിക സംഖ്യ അഥവാ നിസർഗ സംഖ്യ എന്ന് വിളിക്കുന്നു ചോദിച്ചാൽ ആൻസർ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എണ്ണുന്ന വസ്തുക്കളൊക്കെ എവിടുള്ള വസ്തുക്കളാണ്? ഇവിടെ നേച്ചറിൽ, പ്രകൃതിയിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ എണ്ണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ എന്ത് നമ്പറിന്റെ പ്രത്യേകത? മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച നമ്പറാണ് ആര്? നാച്ചുറൽ നമ്പർ. എന്തുവരുടെ ജോലി? കൗണ്ട് ചെയ്യാൻ വേണ്ടി, എണ്ണുവാൻ വേണ്ടി ഉപയോഗിച്ച നമ്പറാണ് ആരെന്ന് പറയുന്നത്? കൗണ്ടിങ് നമ്പർ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് ഇംഗ്ലീഷിൽ? നാച്ചുറൽ നമ്പർ. മലയാളത്തിൽ എന്തൊക്കെ പേര് വിളിക്കും?
പ്രാകൃതിക സംഖ്യ, നിസ്സർഗ സംഖ്യ. എവിടെ തൊട്ട് ആരംഭിക്കുന്നത്? 1, 2, 3 എക്സെട്ര. ഓക്കെ ആയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? Yes, sir. വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കും. ഞാനൊരു 1-2 എക്സാമ്പിൾ പറയാം. എന്റെ കയ്യിൽ ഒരു മാർക്കർ പെന്നുണ്ട്. എത്ര മാർക്കർ പെന്നുണ്ട്? ഈ 1 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ അല്ലേ? എന്റെ പോക്കറ്റിൽ 2 പേനായുണ്ട് എന്റെ പോക്കറ്റിൽ. അപ്പൊ 2 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ അല്ലേ? അല്ലേ? സിത്താരയ്ക്ക് 3 ചെരുപ്പുണ്ട്. 3 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ. ഐശ്വര്യക്ക് 4 ചുരിദാറുണ്ട്. 4 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പറാണ്. ആര്യന് 5 പാന്റ് ഉണ്ട്. 5 എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ. ഞാൻ ഈ പറഞ്ഞ വാചകത്തിന്റെ ഒക്കെ അവസാനത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഉണ്ട്. ഈ ഉണ്ടല്ല, ഉള്ളത്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പർ കൊണ്ട്, എണ്ണൽ സംഖ്യ കൊണ്ട് നമ്മൾ ഒരു വസ്തു ഉള്ളപ്പോഴാണ്, അതായത് അത് അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് എണ്ണിയിട്ട് ഇത്ര എണ്ണ ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ? പറയാൻ പറ്റൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഉള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ കണക്കിൽ ഏത് നമ്പർ ഉപയോഗിക്കുന്നത്? കൗണ്ടിങ് നമ്പർ. ഐശ്വര്യ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനാണെങ്കിൽ ഇല്ലാത്തതിനെ സൂചിപ്പിക്കാനും കണക്കിൽ നമ്പർ വേണ്ടേ? ഇല്ലാത്തതിനെ സൂചിപ്പിക്കാനും കണക്കിൽ നമ്പർ വേണ്ടേ? ഏതാണ് ആ സംഖ്യ? 0. ആരാണ്? ഇല്ലാത്തതിനെ സൂചിപ്പിക്കാനുള്ള നമ്പർ ഏതാ? അപ്പോ ഈ 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പറിന്റെ കൂട്ടത്തിൽ ഇല്ലാത്തതിനെ സൂചിപ്പിക്കാനുള്ള ആരും കൂടെ വന്നു? 0യും കൂടെ വന്നു. അപ്പോൾ നമ്മൾ അതിന്റെ പേര് പറയും. അതിന്റെ പേരാണ് ഹോൾ നമ്പേഴ്സ്. എന്ന് പറയുന്നു മലയാളത്തിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. എന്ത് പറയുന്നു? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. നോക്കിക്കേ, കൗണ്ടിങ് നമ്പേഴ്സ് ആൻഡ് 0 ആർ കളക്റ്റീവ്ലി കോൾഡ് ഹോൾ നമ്പേഴ്സ്. മലയാളത്തിൽ പൂജ്യവും എണ്ണൽ സംഖ്യകളും കൂടെ ചേർന്ന സംഖ്യകളുടെ കൂട്ടമാണ് ആരെന്ന് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ. ആരാണ്? അപ്പൊ അടുത്ത വരിയിൽ 0, 1, 2, 3 എക്സെട്ര. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഓൺലൈൻകാർ ഇത്രയും കാര്യം ഓക്കെ ആയോ? Yes, sir. ഓക്കെ. ഞാൻ അടുത്ത ശ്രദ്ധിക്കാം. അപ്പൊ എണ്ണൽ സംഖ്യ കൊണ്ട്, കൗണ്ടിങ് നമ്പർ കൊണ്ട് നമ്മൾ ഏതവസ്ഥയെ സൂചിപ്പിക്കുന്നു? ഏതെങ്കിലും ഉള്ള അവസ്ഥയെ, പ്രസന്റ് ആയതിനെ കൗണ്ടിങ് നമ്പർ കൊണ്ട് സൂചിപ്പിക്കും. ഇല്ലാത്തതിനെ നമ്പറല്ല, 0. അപ്പൊ അതെന്തായിട്ട് മാറി? ഇനി എന്റെ ചോദ്യം, ഇങ്ങനെ 2 അവസ്ഥ മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ ഏതാ ഇനിയുള്ള അവസ്ഥ? ഉള്ളതിനെ കൗണ്ടിങ് നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഇല്ലാത്തതിനെ സൂചിപ്പിക്കാൻ 0. അപ്പൊ ഇത് രണ്ടുകൂടെ ചേർന്നപ്പോ ഹോൾ നമ്പറായി. എന്റെ ചോദ്യം, ഇങ്ങനെ 2 അവസ്ഥ മാത്രമേ കണക്കിലുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അല്ല, വേറെ ഏതാണ്? ഏതാ? ഒരു ഉദാഹരണം പറയാം. നിങ്ങള് ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ സിയാച്ചിൻ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടിട്ടുണ്ടോ? സിയാച്ചിൻ ജമ്മു കാശ്മീരിലെ ഒരു മിലിറ്ററി പോയിന്റ് ആണ് സിയാച്ചിൻ. ഏതാണ്? വീട്ടിൽ ചെന്ന് ChatGPT-യിലോ ജെമിനിയിലോ മെറ്റയിലോ എവിടെങ്കിലും ഒക്കെ നോക്കുക, സിയാച്ചിൻ. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, ഏതാണ്ട് വർഷത്തിൽ 365 ദിവസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ് ഏത്? സിയാച്ചിൻ. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരും സാധാരണ പട്ടാളക്കാരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഫുള്ള് തണുത്ത് വിറച്ച് മഞ്ഞ് കട്ടയാലിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വരെ ഇന്ത്യൻ മിലിറ്ററി എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നു. അപ്പൊ അവരെങ്ങനെയായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത്? ഭയങ്കര കട്ടിയുള്ള ജാക്കറ്റ്, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റും ഒക്കെ ആയിട്ടാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? ജോലി. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ ഡിസംബർ ജനുവരി ഒക്കെയാണ് അവിടുത്തെ സീസൺ ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ പലപ്പോഴും ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെ വരും. 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ. എന്തോ ഈ 0 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രത്യേകത? അല്ല, 0 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രത്യേകത
ജലം തണുത്ത് ഐസായിട്ട് മാറുന്ന ടെമ്പറേച്ചർ ആണ് 0°C. 0°, അതിന് താഴെയും എന്തുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട്. എന്തുണ്ട്? ഇനി ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273.15 സംതിങ് ഉള്ള ഒരു ടെമ്പറേച്ചറാണ്. ഇത് സൂര്യനിൽ നിന്ന് കോടാനുകോടി കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന പ്രോക്സിമ സെന്റൗറി എന്ന് പറയുന്ന ഒരു നക്ഷത്ര കൂട്ടമുണ്ട്. പ്രോക്സിമ സെന്റൗറി എന്ന് പറയുന്ന അവിടെയാണ് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ത് ചെയ്തത്? കിട്ടിയത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം 0 കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ വിചാരിച്ചത് കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും ചെറിയ നമ്പർ ആരാ? 0. അതിൽ താഴെ ആരില്ല, നമ്പർ ഇല്ലെന്നാണ് മനുഷ്യൻ എന്ത് ചെയ്തിരുന്നത്? വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനല്ല, 0യിൽ താഴെയും എന്തുണ്ട്? നമ്പറുണ്ട്. അവരെയാണ് നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ലും ഒക്കെ പഠിച്ചു. എന്തോ പേര്? നെഗറ്റീവ് നമ്പേഴ്സ്. എന്താ പറയുന്നു? 0യേക്കാൾ ചെറിയ നമ്പറുകൾക്ക് പറയുന്ന പേരാണ് നെഗറ്റീവ് നമ്പർ. അപ്പൊ ബോർഡിലേക്ക് നോക്കുക. 1, 2, 3 എക്സെട്ര ഇതിനെന്താ പറയുമായിരുന്നു? കൗണ്ടിങ് നമ്പർ. ഇതിന്റെ കൂട്ടത്തിൽ 0യും കൂടെ ചേരുമ്പോ, ഇതിന്റെ കൂട്ടത്തിൽ കൗണ്ടിങ് നമ്പറിന്റെ നെഗറ്റീവും കൂടെ ചേരുമ്പോൾ അതിനെ എന്ത് വിളിക്കുന്നു? ഇൻഡിജർ. എന്ത് വിളിക്കുന്നു? ഇൻഡിജറിന്റെ മലയാളം പൂർണ്ണസംഖ്യ എന്ന് പറയും. എന്ത് പറയും? അപ്പൊ ഒന്ന് വായിച്ചു എല്ലാവരും. 0 കൗണ്ടിങ് നമ്പേഴ്സ് ആൻഡ് ദെയർ നെഗറ്റീവ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഇൻഡിജർ. ആരൊക്കെ ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡിജർ എന്ന് വിളിക്കുന്നത്? 0 കൗണ്ടിങ് നമ്പേഴ്സ് ആൻഡ് ദെയർ നെഗറ്റീവ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഇൻഡിജർ. അപ്പോ ആരൊക്കെ ചേരുന്നതിനെയാണ് പൂർണ്ണസംഖ്യ എന്ന് വിളിക്കുന്നത്? പൂജ്യവും എണ്ണൽ സംഖ്യകളും അവയുടെ ന്യൂനസംഖ്യകളും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിജർ അഥവാ പൂർണ്ണസംഖ്യ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ സംഗതി? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയട്ടെ. ഇതേക്ക് മനസ്സിലായോ? നോക്കിക്കോളൂ. നമ്മളിപ്പോ ആരെയൊക്കെ പഠിച്ചു? കൗണ്ടിങ് നമ്പർ പഠിച്ചു, നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ പഠിച്ചു, ഹോൾ നമ്പർ അഖണ്ഡ സംഖ്യ പഠിച്ചു, ഇൻഡിജർ പഠിച്ചു, പൂർണ്ണസംഖ്യ പഠിച്ചു. ഇനി അടുത്ത ആളിന്റെ പേരാണ് റാഷണൽ നമ്പേഴ്സ്. എന്താണ്? റേഷണൽ അല്ല, റാഷണൽ നമ്പേഴ്സ്. എന്താണ്? റാഷണൽ. ശ്രദ്ധിക്ക, ഇനി അങ്ങോട്ട് പല ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് റാഷണൽ നമ്പേഴ്സ്. എന്താണ്? ഫോട്ടോ കോപ്പി മാറ്റിവെച്ച് എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരുന്നേ. എന്താണ് റാഷണൽ നമ്പർ നോക്കാം. 4 കണ്ടീഷൻസ് അനുസരിക്കുന്ന നമ്പറുകളെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. എത്ര കണ്ടീഷൻ അനുസരിക്കണം? ഒന്നാമത്തെ കണ്ടീഷൻ, ആ റാഷണൽ നമ്പറിന് ഒരു ഫോം ഉണ്ട്, ഒരു രൂപമുണ്ട്. എന്താണ് ആ ഫോം, രൂപം? P/Q. ഒന്നുമില്ല, മുകളിൽ ഒരു സംഖ്യ, താഴെ ഒരു സംഖ്യ, നടുക്കൊരു വര. മുകളിൽ ഒരു സംഖ്യ, താഴെ ഒരു സംഖ്യ, ഇവരെ വേർതിരിച്ചുകൊണ്ട് നടുക്കൊരു വര. രണ്ടാമത്തേത്, ഈ താഴെ വന്നിരിക്കുന്ന സംഖ്യയായ Q ഒരിക്കലും എന്താകരുത്? എന്താ 0 ആയാൽ? ഡിനോമിനേറ്റർ 0 ആയാൽ അതിന്റെ വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകരുത്? 0 ആകരുത്. മൂന്നാമത്തേത്, ഈ പിയും ക്യൂ ഉണ്ടല്ലോ, ഇവർ ഇൻഡിജേഴ്സ് ആയിരിക്കണം, പൂർണ്ണസംഖ്യകളായിരിക്കണം. ആരായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം, പൂർണ്ണസംഖ്യകൾ. അതിനാണ് ഇച്ചിരി മുമ്പ് നമ്മൾ ആരെ കുറിച്ച് പഠിച്ചത്? ഇൻഡിജർ, പൂർണ്ണസംഖ്യ. കിട്ടിയല്ലോ. നാലാമത്തേത്, P,Q ഹാവ് നോ കോമൺ ഫാക്ടർ. P, Q എന്നിവയ്ക്ക് എന്തു പാടില്ല? കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടാകാൻ പാടില്ല?
കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടാകാൻ പാടില്ല? കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പൊതു ഘടകങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വിഷമിക്കണ്ട, ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം എന്താണ്. എക്സാമ്പിൾ 2/3. എക്സാമ്പിൾ നോക്കിക്കേ, ഇത് പി ഭാഗം ക്യൂ എന്ന രൂപത്തിൽ കിടക്കുന്ന നമ്പർ ആണോ? ആണോ? പി എത്ര? 2. ക്യൂ എത്ര? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആണല്ലോ. 2, ക്യൂവിന്റെ വില ഒരിക്കലും എന്താകരുത്? ഇവിടുത്തെ ക്യൂ ആരാ? 3. അത് 0 ആകുമോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ. 3, പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണോ പൂർണ്ണസംഖ്യകളാണോ? ഇല്ലയോ? 2ഉം 3ഉം കൗണ്ടിങ് നമ്പറാണ്, എണ്ണൽ സംഖ്യ. നമ്മൾ ഇന്റിജറിനകത്തിൽ ആരൊക്കെ ചേരുന്നതാണ് ഇന്റിജർ എന്ന് പറഞ്ഞു പഠിച്ചത്? പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞു പഠിച്ചത്? 0 എണ്ണൽ സംഖ്യകൾ, കൗണ്ടിങ് നമ്പർ, അതിന്റെ നെഗറ്റീവ്, ഇത്രയും കൂടെ ചേരുന്നവരല്ലേ ഇന്റിജർ എന്ന് പഠിച്ചത്. അപ്പൊ 2ഉം 3ഉം എന്ത് നമ്പരാ? ഇൻഡിജേഴ്സ് ആണ്, പൂർണ്ണസംഖ്യകൾ. ഇനിയത്തെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 2ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? അതായത് ആരെയൊക്കെ ഗുണിച്ചാൽ 2 കിട്ടും? 1ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് 2 കിട്ടുന്നത്. 2ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1ഉം 2ഉം. ആരൊക്കെയാ? ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ 3ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1ഉം 2 പേർ കൂടെ ആരെങ്കിലും കോമൺ ഫാക്ടർ, പൊതു ഘടകമുണ്ടോ? ഇല്ലയോ? ഉണ്ട്. ആരുണ്ട്? അതൊരു കുഴപ്പമല്ല. കാരണം 1 എന്ന് പറയുന്ന നമ്പർ എല്ലാ നമ്പറിന്റെയും ഒരു ഫാക്ടറാണ്. അയാളല്ലാതെ വേറെ ആരെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? പൊതു ഘടകമുണ്ടോ? ഇല്ല. അപ്പൊ 2/3 3ൽ 2 എന്ന് പറയുന്ന നമ്പർ എന്തിന് ഉദാഹരണമാണ്? റാഷണൽ നമ്പറിന് ഉദാഹരണം. അപ്പൊ എന്തുവാ റാഷണൽ നമ്പർ? ഭിന്നക സംഖ്യ എന്ന് പറഞ്ഞാൽ 1 അത് എന്ത് രൂപത്തിലായിരിക്കണം? p/. രണ്ടാമത്തേത് താഴെ വന്നിരിക്കുന്ന സംഖ്യ എന്താകരുത്? 0 ആകരുത്. 3 പിയും ക്യൂവും എന്ത് നമ്പർ ആയിരിക്കണം? ഇന്റിജർ ആയിരിക്കണം, പൂർണ്ണസംഖ്യ ആയിരിക്കണം. നാലാമത്തേത് പിക്കും ക്യൂവിന് എന്ത് പാടില്ല? പൊതു ഘടകങ്ങൾ, കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി. ഓൺലൈൻകാർക്ക് 2 പേർക്ക് മനസ്സിലായോ? Yes, sir. Yes, sir. അയ്യോ അയ്യോ ഈ പാഠത്തിൽ 3 സെക്ഷൻ ഉണ്ടെങ്കിലും, ഈ പാഠത്തിൽ 3 സെക്ഷൻ ഉണ്ടെങ്കിലും ഇതിലാകെ 2 എക്സസൈസേ പഠിക്കണം. എത്ര എക്സസൈസേ ഉള്ളൂ? ആ 2 എക്സസൈസിലെ കണക്കുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡിയ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഞാൻ ആ ഐഡിയ ഒന്ന് പറയാം. അതിന്റെ പേരാണ് പൈതഗോറസ് തിയറം. എല്ലാരും ഫോട്ടോ കോപ്പി കടച്ചു വെച്ചുകൊണ്ട് നോക്കിയിരുന്നേ. എന്താ പേര്? പൈതഗോറസ് തിയറം. എന്താ പേര്? പൈതഗോറസ് തിയറം. എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഈ പൈതഗോറസ് തിയറം അഥവാ പൈതഗോറസ് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കും? റൈറ്റ് ട്രയാങ്കിളുമായിട്ട്, മട്ടത്രികോണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണേ? ഇനി എപ്പോഴാണ് നിങ്ങൾ ഒരു ട്രയാങ്കിളിനെ, ഒരു ത്രികോണത്തിനെ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്? ഒരു സൈഡോ? ആ ട്രയാങ്കിളിലെ, ആ ത്രികോണത്തിലെ 3 കോണുകളിൽ 3 ആംഗിൾസിൽ ഒരാൾ എത്ര ഡിഗ്രി വരുമ്പോ? 90 ഡിഗ്രി, 90 ഡിഗ്രി വരുമ്പോ അയാളെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം. ഉറപ്പിച്ചല്ലോ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ വശങ്ങൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? 7ാം ക്ലാസ് നിങ്ങൾ പഠിച്ചാലും. ഈ താഴത്തെ വശമായ BC യെ നമ്മൾ എന്ത് വിളിക്കും? ബേസ്. എന്ത് വിളിക്കുന്നു? ബേസിന് മലയാളത്തിൽ പറയുന്ന പേരാണ്
പാദം. എന്താ പറയുന്നു? അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് ഒരു വശം നിൽക്കുന്ന കണ്ടോ? അതിനെന്തോ പേര് പറയും? ഓൾട്ടിറ്റ്യൂഡ്. എന്താ പറയും? ഓൾട്ടിറ്റ്യൂഡിന്റെ മലയാളം ലംബം എന്ന് പറയും. എന്താ പറയും? ഇനി ഈ 90 ഡിഗ്രി ഉള്ള ആംഗിളിന് 90 ഡിഗ്രി ഉള്ള കോണിന് ഓപ്പോസിറ്റ് ആയിട്ട് എതിരായിട്ട് ഒരു വശം ഒരു സൈഡ് കിടക്കുന്നുണ്ടോ? അതിനെന്തോ ഒരു പേര് പറയുമല്ലോ? ഹൈപ്പോട്ടിന്യൂസ്. എന്താ പറയും? ഹൈപ്പോട്ടിന്യൂസിന്റെ മലയാളം കർണം എന്ന് പറയും. എന്താ പറയും? അപ്പൊ ശ്രദ്ധിക്ക ഒന്നുകൂടെ. എപ്പോഴാണ് നമ്മളൊരു ട്രയാങ്കിളിനെ, ത്രികോണത്തിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്? അതിന്റെ ഒരാംഗിൾ ഒരു കോൺ എത്ര ഡിഗ്രി വരുമ്പോ? 90 ഡിഗ്രി വരും. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ വശങ്ങൾക്ക് എങ്ങനെയാ നമ്മൾ പേര് കൊടുക്കുന്നത്? താഴത്തെ വശത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബേസ്, പാദം എന്ന് വിളിക്കുന്നു. അതുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന വശത്തിന് എന്ത് വിളിക്കുന്നു? ലംബം, ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഇനിയത്തേത് മറക്കരുത്. 90 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് കിടക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടിന്യൂസ്. ഇനി അവിടെ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഹെഡിങ് എന്തുവാ? പൈതഗോറസ് തിയറം. എന്താണ്? എന്തോ ഈ പൈതഗോറസ് തിയറം പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ശ്രദ്ധിക്കാം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളത്തിൽ കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ, ഒരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ആരെയെങ്കിലും 2 പേരെ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആളിനെ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഇതിന്റെ നേരിട്ടുള്ള ഒരു ഉപയോഗം. പലപ്പോഴും പിള്ളേർ ചോദിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വല്ല പ്രയോജനവും ഇല്ല സിത്താരെ? വല്ല പ്രയോജനം ഉണ്ടോ? നിങ്ങളുടെ താഴെ നിന്ന് ഏതാണ്ട് ഒരു 19 സ്റ്റെപ്പ് ചവിട്ടിയാണ് മുകളിലത്തെ ക്ലാസ് റൂമിൽ എത്തുന്നത്. എത്ര സ്റ്റെപ്പുണ്ട്? 19. നിങ്ങൾ ആ സ്റ്റെപ്പിലെ ഒരു സ്റ്റെപ്പ് നോക്കാം. ഇങ്ങനല്ലേ ആ സ്റ്റെപ്പ് ഇരിക്കുന്നത്? അല്ല, ഇതിങ്ങനെ തിരിച്ചങ്ങോട്ട് വെച്ചേക്കോ അല്ലേ? സ്റ്റെപ്പ് ഇങ്ങനല്ലേ ഇരിക്കുന്നേ? ഇങ്ങനല്ലേ സ്റ്റെപ്പ് ഇരിക്കുന്നേ? ഇങ്ങനല്ലേ സ്റ്റെപ്പ് ഇരിക്കുന്നേ? ഈ ഭാഗത്ത് ചവിട്ടി ചവിട്ടിയല്ലേ നിങ്ങൾ മേലോട്ട് കയറുന്നേ? അടുത്ത ഇതിന്റെ മണ്ടയ്ക്ക് അടുത്തൊരു സ്റ്റെപ്പ്, ഇതിന്റെ താഴെ അടുത്തൊരു സ്റ്റെപ്പ്, അതിലല്ലേ ഈ മുകൾ ഭാഗത്ത് ചവിട്ടി ചവിട്ടിയല്ലേ വരുന്നത്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതൊരു മട്ടത്രികോണമാണ്. അപ്പൊ നിങ്ങൾ ചവിട്ടി വരുന്നത് 19 എണ്ണം 19 റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണം. അതിന്റെ ബേസിലാണ്, പാദത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ചവിട്ടുന്നത്. ബേസിലാണ്, പാദത്തിലാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ ഇതെന്തുവാ? ഓൾട്ടിറ്റ്യൂഡ്, ലംബം അല്ലേ? അപ്പൊ ഇതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ്, കർണം. ഈ ബിൽഡിംഗ് പണിയുന്ന മേശരി അല്ലെ കോൺട്രാക്ടർ അത് നോക്കുന്നത് ഇങ്ങനെ എത്ര സ്റ്റെപ്പ് അവിടെ വേണമെന്നും. നമ്മൾ ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് സ്മൂത്ത് ആയിട്ട് ചവിട്ടി കയറി പോകാൻ പറ്റും. നമുക്ക് ഒരു പേടിയും കൂടാതെ ചവിട്ടി പോകാൻ പറ്റും. എന്താ കാര്യം? അത് ഈ കറക്റ്റ് ആയിട്ട് പൈതഗോറസ് തിയറം അനുസരിക്കുന്ന 3 നമ്പർ വെച്ചിട്ടായിരിക്കും ആ സ്റ്റെപ്പിന്റെ ബേസ് പാദം, ഓൾട്ടിറ്റ്യൂഡ് ലംബം, ഹൈപ്പോട്ടന്യൂസ് കർണം ഇതൊക്കെ എന്ത് ചെയ്തേക്കുന്നത്? സെറ്റ് ചെയ്തേക്കും. എന്നാൽ ചിലയിടത്തൊക്കെ നിങ്ങൾ ചെന്ന് ചവിട്ടുമ്പോൾ പേടി തോന്നും. കാരണം നമ്മുടെ കാൽപാദത്തിന്റെ പകുതി മാത്രമേ എവിടെ കൊള്ളത്തുള്ളൂ. ചിലപ്പം സ്റ്റെപ്പ് ബാക്കി എവിടെ ആയിരിക്കും? സ്റ്റെപ്പിന് വെളിയിലായിരിക്കും. അങ്ങനെയുള്ള സ്റ്റെപ്പിന്റെ കുഴപ്പം, അങ്ങനെയുള്ള സ്റ്റെപ്പിൽ നടന്നാലുള്ള കുഴപ്പം, വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ എന്തോ ചെയ്തു വെച്ച പരിപാടി? ഇങ്ങനെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന വിധത്തിൽ
ഈ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഈ ബന്ധം അനുസരിക്കുന്ന 3 നമ്പർ വെച്ചിട്ടല്ല അവരെന്തുണ്ടാക്കി വെച്ചേക്കുന്നത്, ആ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് നടക്കണം. അതല്ല അത് മാത്തമാറ്റിക്സ് അനുസരിച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓരോ സ്റ്റെപ്പും ചവിട്ടി താഴോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാൻ പറ്റും. അപ്പോ എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ്, മലയാളത്തിൽ എന്ത് പറയും, കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഓൾ സ്റ്റാൻഡപ്പ് ഓൺലൈൻകാർക്ക് ഇത്ര മനസ്സിലായോ? Yes, sir. Yes, sir.